നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാമ്പഴത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് കൃത്രിമമായിട്ട് നമ്മൾ പഴുപ്പിച്ച മാമ്പഴം വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ചില ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന്, എന്തൊക്കെയാണെന്നും എങ്ങനെ നമ്മൾക്ക് ഇത് പരിഹരിക്കാം എന്നുള്ളതെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കി തരുന്നത്. അപ്പൊ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഈ മാമ്പഴത്തിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പലതരത്തിലുള്ള മാമ്പഴം, അതായത് പല രുചിയിലും അതുപോലെ പല വലിപ്പത്തിലും മാമ്പഴം അവൈലബിൾ ആണ് അല്ലെ. എന്നാലും നമ്മൾ ഒന്നും തന്നെ അധികം ശ്രദ്ധ കൊടുക്കാതെയായിരിക്കും മാമ്പഴം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരിക. എന്നാൽ ജസ്റ്റ് ടാപ്പ് വാട്ടറിൽ കഴുകി നമ്മൾ കഴിക്കും. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴുകി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ കഴുകിയാൽ പോലും ഇത്തരത്തിലുള്ള പഴങ്ങളെ പഴുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് പോകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക. നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രം ഏതൊരു ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും വാങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. അതായത് കൃത്രിമമായിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബൈഡ് ആണ്, അല്ലെങ്കിൽ കാർബിഡോ ഗ്യാസ് ആണ്. ഇത്തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് പഴങ്ങൾ പഴുപ്പിക്കുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. തലകറക്കം, ഓക്കാനം, അതികഠിനമായിട്ടുള്ള ക്ഷീണം, അതുപോലെ സ്കിന്നിൽ കാണുന്ന റാഷസ്, നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്ന അൾസർ ഫോർമേഷൻ, അങ്ങനെ ഒട്ടനവധി പ്രോബ്ലത്തിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട് അസിറ്റിലീൻ എന്ന് പറയുന്ന ഒരു വാതകം പുറത്തുവിടുന്നുണ്ട്. ഇതിൽ തന്നെ ആർസനിക്കും അതുപോലെ ഫോസ്ഫറസ് കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള ധാതുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കുറച്ച് സിംറ്റംസ് മാത്രമാണ് നമ്മുടെ ഒ പി ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ദഹനത്തിന് വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇൻഡൈജഷൻ, അതാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അൾസർ ഫോർമേഷൻസ്, സ്കിന്നിൽ കാണുന്ന ചില തരത്തിലുള്ള പ്രോബ്ലംസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ക്ലിനിക്കിലേക്ക് വന്നത് നമ്മുടെ ചുണ്ടിന്റെ മുകളിലെ ഭാഗത്ത് ചെറുതായിട്ട് അൾസർ ഫോം ചെയ്തിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. നമ്മൾ എല്ലാ ഹിസ്റ്ററി എടുത്തു, കാര്യമായിട്ട് ഒന്നും തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അവര് അത്രയും ഹെൽത്തി ആയിട്ടുള്ള റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തൊരു ലേഡിയാണ്. കുറച്ചുകൂടി ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് റെഗുലർ ആയിട്ട് അവര് മാമ്പഴം കഴിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇത് ഓർഗാനിക് ആണോ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല. മാർക്കറ്റിൽ പോവുക, വാങ്ങുക, ജസ്റ്റ് ടാപ്പ് വാട്ടറിൽ കഴുകുക, അവരത് കഴിക്കുക. അപ്പം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മാമ്പഴം എങ്ങനെ വാങ്ങുന്നു എന്ന് ശ്രദ്ധിക്കുക. അതായത് ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ട് പഴുപ്പിച്ചിട്ടുള്ള മാമ്പഴം നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പം കമ്പയർ ചെയ്യുക, സ്വാഭാവികമായിട്ട് പഴുത്ത മാമ്പഴവും അതുപോലെ കൃത്രിമമായിട്ട് പഴുപ്പിച്ച മാമ്പഴവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കളറ് കൂടുതലായിരിക്കും, മണവും അങ്ങനെ ഒരു പഴുത്ത മാമ്പഴത്തിന് ഒരു മണവും ലഭിക്കുന്നുണ്ടാവില്ല. ഓക്കെ. അപ്പൊ കൃത്രിമമായിട്ട് പഴുപ്പിച്ച മാമ്പഴമാണെങ്കിൽ നല്ല ബ്രൈറ്റ് കളറായിരിക്കും, മഞ്ഞയോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ. എന്നാൽ മണത്ത് നോക്കുന്ന സമയത്ത് മാമ്പഴത്തിന്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അത് എങ്ങനെയാണോ പഴുപ്പിക്കാൻ യൂസ് ചെയ്തത്, അതായത് ആ കെമിക്കലിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ വേറെ മണമായിരിക്കും അതിന് ഉണ്ടാവുക. ആ ഒരു രീതിയിൽ നമ്മൾക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇങ്ങനെ കെമിക്കൽ ഇട്ടിട്ട് പഴുപ്പിച്ചിട്ടുള്ള മാങ്ങകളെ നമ്മളെ സ്കിൻ നോക്കുകയാണെങ്കിൽ, അതിന്റെ തൊലി നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ചില സമയത്ത് ഈ കെമിക്കലിന്റെ റിയാക്ഷൻ മൂലം തൊലി ഭാഗങ്ങളിൽ ചിലപ്പം ആ ഒരു മാങ്ങ ചതഞ്ഞു പോലെയും അങ്ങനെയും കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് അത്ര ടേസ്റ്റിയും ആയിട്ട് തോന്നാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ ആണോ എന്ന് മനസ്സിലാക്കുക. നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും എന്തായാലും കയറേണ്ട ടോക്സിക് എലിമെന്റ്സ് എന്തായാലും കയറും. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ടോക്സിക് എലിമെന്റ്സ് കഴിക്കണോ? അല്ലെ. അപ്പൊ സീസൺ ആണെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എല്ലാവർക്കും ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണണമെന്നില്ല, എല്ലാരും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. എന്നാൽ കുറച്ച് ആൾക്കാരിൽ ഇതുപോലുള്ള സിംറ്റംസ് കാണാറുണ്ട്. എക്സ്പെഷ്യലി ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ, ചിലപ്പോൾ ഓക്കാനം അല്ലെങ്കിൽ ഛർദി, ചില സമയത്ത് അത് ഫീവറിലേക്ക്,
പനിയിലേക്ക് വരെ ഇത് ലീഡ് ചെയ്യുന്നുണ്ട്. തലവേദന, തലയുടെ ഭാഗത്ത് നല്ല കനം തോന്നുക, ഹെവിനെസ് തോന്നുക. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള മാമ്പഴം തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ തന്നെ പഴുപ്പിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മാമ്പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് വാങ്ങിക്കുക. എന്നതിന് ശേഷം ബേക്കിംഗ് സോഡയിലൊക്കെ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്നുകൂടി ടാപ്പ് വാട്ടറിൽ കഴുകിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാമ്പഴത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു ഫ്രൂട്ട്സിൽ എന്തായാലും പെസ്റ്റിസൈഡ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആണെങ്കിലും ഇങ്ങനെ കഴുകി യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാം. അപ്പൊ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.